പ്രിയ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കൺസിസ്റ്റൻസി എന്ന് കണ്ടു, അതിലൊരു പ്രോബ്ലം ചെയ്തു. ഇന്നും ഒരു പ്രോബ്ലം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കൺസിസ്റ്റൻസിയുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ടി എൻ ഈക്വൽ ടു എൻ എക്സ് ബാർ ബൈ എൻ പ്ലസ് 1 ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദി പാരാമീറ്റർ ലാംഡ where x bar is the mean of the sample of size n taken from a Poisson distribution. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾക്ക് ടി എൻ അല്ലേ, ടി എൻ എന്താണെന്ന് തന്നിരിക്കുന്നത് എൻ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. ഇറ്റ് ഈസ് ഗിവൺ ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ് ടി എൻ ഈസ് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ് ഓഫ് ദി പാരാമീറ്റർ ലാംഡ. ടി എൻ എന്ന് പറയുന്നത് ലാംഡ എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ് ആണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ. വീണ്ടും തന്നിരിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. വേർ എക്സ് ബാർ ഇസ് ദ മീൻ ഓഫ് ദ സാമ്പിൾ. നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ പോസോൺ ആണ്, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ഈ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് ലാംഡയാണ്. ഓൾസോ വേരിയൻസ്, മീനും വേരിയൻസും പോസോൺ ഡിസ്ട്രിബ്യൂഷന് സെയിം ആണ്, അതും ലാംഡ തന്നെയാണ്. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് തെളിയിക്കേണ്ടത് ടി എൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്, എൻ എക്സ് ബാർ ബൈ എൻ പ്ലസ് 1. അത് ലാംഡയുടെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ് ആണ്. ഈ ലാംഡ ആരാണ്? മീനും വേരിയൻസും ആണ് അല്ലെ, മീനും വേരിയൻസും തുല്യമാണ്. എഗെയിൻ എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ തന്നെയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ മീൻ ഈക്വൽ ടു ലാംഡ, അവിടെ നമുക്ക് എന്തും പറയാം. മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്, എക്സ് ബാർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, ലാംഡ ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് ഇങ്ങനെ എഴുതേണ്ടത്, നമുക്ക് മീൻ ഈക്വൽ ടു എക്സ് ബാർ എന്ന് എഴുതാം. ഗിവൺ മീൻ ഈക്വൽ ടു എക്സ് ബാർ ഇസ് ഗിവൺ. ഫ്രം ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എക്സ് ബാർ എന്ന് പറയുന്നത് തന്നെയാണ് ലാംഡ. സോ ടി എൻ എന്ന് പറയുന്നത് ലാംഡയുടെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ് ആണെന്ന് നമുക്ക് തെളിയിക്കണം. നമുക്കറിയാം തന്നിരിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് അല്ലെ, സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് എന്ന് പറയുക, അത് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയായിരുന്നു അത്? എക്സ്പെക്റ്റേഷൻ ഈക്വൽ ടു ദ ഗിവൺ പാരാമീറ്റർ അല്ലേ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ടെൻസ് ടു ദ ഗിവൺ പാരാമീറ്റർ. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് 2 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഫസ്റ്റ് വൺ, ഇവിടുത്തെ എസ്റ്റിമേറ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, ടി എൻ, ഹിയർ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എൻ ഈക്വൽ ടു ലാംഡ, പാരാമീറ്റർ ലാംഡയാണ്, അങ്ങനെ കിട്ടണം. ഓർ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എൻ ടെൻസ് ടു ലാംഡ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ എൻ സൈസുള്ള സാമ്പിളാണ് തന്നിരിക്കുക, അത് ഇൻഫിനിറ്റി ആകുമ്പോൾ ടി എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടണം. സെക്കൻഡ്ലി വേരിയൻസ് കാണണം അല്ലേ, വേരിയൻസ് ഓഫ് ടി എൻ അതെങ്ങനെയാണ് കിട്ടേണ്ടത്? ഇറ്റ് ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും കിട്ടണം. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് ടി എൻ അത് ലാംഡയുടെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റ് ആവണമെങ്കിൽ 2 കാര്യങ്ങൾ ഒരേ സമയം സംഭവിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എൻ ഈക്വൽ ടു ലാംഡ ഓർ ടെൻസ് ടു ലാംഡ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടണം. സിമിലർലി വേരിയൻസ് ഓഫ് ടി എൻ കണ്ടുപിടിക്കുന്നു, ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും കിട്ടണം. നമുക്ക് ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുമോ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എൻ അല്ലേ, എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എൻ. ടി എൻ എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രോബ്ലത്തിൽ? എൻ എക്സ് ബാർ ബൈ എൻ പ്ലസ് 1 എന്ന്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എന്നിന് പകരം എൻ എക്സ് ബാർ ബൈ എൻ പ്ലസ് 1 എന്നാണ് വരിക. എഗെയിൻ നമുക്കറിയാവുന്നതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നാണ് എഴുതുക അല്ലേ. അതിവിടെ അപ്ലൈ ചെയ്താൽ എങ്ങനെ എഴുതാം? എൻ ബൈ എൻ പ്ലസ് 1 ആണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്. സോ എൻ ബൈ എൻ പ്ലസ് 1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്ന് എഴുതാം. എഗെയിൻ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. എക്സ് ബാർ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എക്സ് ഐ ബൈ എൻ ആണ്. ഐ വേരിയിങ് ഫ്രം 1 to n എന്ന് പറഞ്ഞാൽ എക്സ് ബാർ അഥവാ മീൻ എന്ന് പറയുന്നത് സം ഓഫ് ദി ഐറ്റംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. ഇവിടെ ടോട്ടൽ നമ്പർ n ആണ്, n ഐറ്റംസ് ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ സിഗ്മ എക്സ് ഐ ബൈ n ആണ്. നമുക്കിവിടെ എക്സ് ബാറിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ്
n by n plus 1 into expectation of sigma 1 to n xi by n എന്ന് വരും. വേരിയേഷൻ ഓഫ് ഐ ഇസ് ഫ്രം 1 to n. ഇങ്ങനെയാണ് കിട്ടുക. എഗെയിൻ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്യാൻ കാരണം ഇവിടെ n കോൺസ്റ്റന്റ് ആണ്, ഡിനോമിനേറ്ററിലാണ് n വന്നിരിക്കുന്നത്. അപ്പോൾ 1 by n കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ വി ഗെറ്റ് n by n plus 1 ഇൻറ്റു ഇവിടെയുള്ള n പുറത്തേക്ക് എടുക്കുമ്പോൾ 1 by n അല്ലേ, ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to n xi എന്ന് കിട്ടും. എഗെയിൻ ഈ ന്യൂമറേറ്ററിലുള്ള എന്നും ഡിനോമിനേറ്ററിലുള്ള എന്നും ക്യാൻസൽ ആയി പോകും. സോ ഇവിടെ ന്യൂമറേറ്ററിൽ 1 മാത്രം, ഇവിടെ 1 ആണ്, 1 into 1 1 എന്ന് വരും. ഡിനോമിനേറ്ററിൽ n plus 1 വരും. n ക്യാൻസൽ ആയി പോയല്ലോ അല്ലേ. ബാക്കി 1 by n plus 1 into എക്സ്പെക്ടേഷൻ ഓഫ് സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to n xi എന്ന് കിട്ടും. എഗെയിൻ നമ്മൾ നേരത്തെ പ്രോബ്ലം ഒക്കെ ചെയ്തപ്പോൾ കണ്ടതാണ്, എക്സ്പെക്ടേഷൻ്റെ ഉള്ളിൽ സിഗ്മ വന്നാൽ സിഗ്മയും പുറത്തേക്ക് എടുക്കാം എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് സിഗ്മ എക്സ് എന്ന് പറയുന്നതും സിഗ്മ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ആ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. സോ വി ഗെറ്റ് 1 by n plus 1 sigma I varying from 1 to n expectation of xi. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, മീൻ എന്ന് പറയുന്നത് ലാംഡയാണ്, അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ് അല്ലേ. ഈ മീനിൻ്റെ നൊട്ടേഷൻ ആണ് എന്ത്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത്. സോ മീൻ ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറയുന്നതാണ് എന്ത്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ജനറലായിട്ട് പറയുമ്പോൾ ഓരോ ഐറ്റംസും എടുത്താൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ എന്താണെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ലാംഡയാണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീൻ അഥവാ എക്സ് ബാർ എന്ന് പറയുന്നത് ലാംഡയാണെന്നാണ് നമുക്ക് തന്നിരിക്കുക, കാരണം അത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ ലാംഡ മീനാണ്, മീനിനെ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐന്ന് എടുത്തു. സോ ഹിയർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ലാംഡ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് കൊടുത്താൽ വി ഗെറ്റ് equal to 1 by n plus 1 sigma I varying from 1 to n lambda. ഇതിൻ്റെ അർത്ഥം എന്താണ്, 1 to n ടൈംസ് ലാംഡ നമ്മൾ ആഡ് അപ്പ് ചെയ്യുകയാണ്. സിഗ്മ മീൻസ് ആഡ് ചെയ്യുകയാണ്, സം എടുക്കുകയാണ്. അപ്പോൾ n ടൈംസ് സിഗ്മ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, സോറി സിഗ്മ അല്ല ലാംഡ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, n ലാംഡ, ലാംഡ പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ n ടൈംസ് ആഡ് അപ്പ് ചെയ്യുവാണ്. So we get here we get n times lambda എന്ന് കിട്ടും. So we get 1 by n plus 1 into n lambda എന്നാണ് കിട്ടുക. So n lambda divided by n plus 1 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. 1 into n lambda എന്ന് പറയുമ്പോൾ n lambda ആണല്ലോ. ഇനി ഇതെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്തെടുക്കുക, നമുക്ക് വേണ്ടിയിരുന്നത് ഒന്നില്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ ഈക്വൽ ടു ലാംഡ എന്നാണ്, അല്ലെങ്കിൽ ടെൻസ് ടു ലാംഡ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ്. നമ്മളിപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ കണ്ടുപിടിച്ചു, ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടിയിട്ടില്ല, ഈക്വൽ ടു എൻ ലാംഡ ബൈ എൻ പ്ലസ് 1 എന്നാണ് കിട്ടിയിരിക്കുക. സോ ഇനി എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് ലാംഡ ആവുന്നുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുക, ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു n ഉണ്ട്, ഡിനോമിനേറ്ററിൽ n പ്ലസ് 1 ആണുള്ളത് അല്ലേ. ഈ n പ്ലസ് 1ൽ നിന്ന് n പുറത്തേക്ക് എടുത്താൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള n ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിലെ n നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുവാണ്. സോ n ലാംഡ ഡിവൈഡഡ് ബൈ n പുറത്തെടുത്താൽ ഫസ്റ്റ് ടേമിൽ n പോകുമ്പോൾ ബാക്കി ബാലൻസ് 1 വരുള്ളൂ. സെക്കൻഡ് ടേമിൽ n ഇല്ലാത്ത n ആണ് പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചത്. സോ അവിടെ 1 by n എന്നാണ് വരിക. നമ്മൾ ചുമ്മാ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി, ഈ ടേം തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. n into 1 n ആണ്, പ്ലസ് n into 1 by n, n into 1 by n എന്ന് പറയുമ്പോൾ ക്യാൻസലായിട്ട് n plus 1 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ഫസ്റ്റ് ടേം 1 കിട്ടും, സെക്കൻഡ് ടേം 1 by n. ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ by n ഇട്ടിട്ട് n പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അഗെയിൻ ഈ n ക്യാൻസൽ ആവും. സോ വി ഗെറ്റ് ലാംഡ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 by n എന്ന് കിട്ടും
അല്ലേ? ഇനി നമുക്ക് n ഇൻഫിനിറ്റി ആക്കി നോക്കാം. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, expectation of Tn tends to lambda divided by n-ന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി എന്ന് കൊടുക്കണം. സോ lambda divided by 1 plus 1 by infinity എന്ന് കിട്ടും. എഗെയിൻ നമുക്കറിയാവുന്ന കാര്യമാണ് 1 by infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഇവിടെ നമുക്കത് 0 ആക്കാം. സോ വി ഗെറ്റ് tends to lambda divided by 1 plus 0, or that is lambda divided by 1. 1 plus 0 1 ആണ്. lambda by 1 എന്ന് പറയുമ്പോൾ ലാംഡയാണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് Tn ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടിയില്ല. പകരം എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് Tn ടെൻസ് ടു ലാംഡ എന്ന് കിട്ടി. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഫോർ കൺസിസ്റ്റൻസി ഈസ് സാറ്റിസ്ഫൈഡ്. എക്സ്പെക്ടേഷൻ ഓഫ് Tn ടെൻസ് ടു ലാംഡ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് കണ്ടീഷനിലേക്ക് പോകാം. വേരിയൻസ്. Secondly, we will prove variance of Tn. അല്ലേ? അപ്പോൾ Tn നമുക്ക് ഇത് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. വേരിയൻസ് ഓഫ് Tn എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? nx ബാർ ബൈ n പ്ലസ് 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വേരിയൻസ് ഓഫ് nx ബാർ ബൈ n പ്ലസ് 1 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഫോർമുലയുണ്ട്. എന്താണ്? വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് വരുമ്പോൾ അത് സ്ക്വയർ ആകും. എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് വരിക. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് വേരിയൻസ് ഓഫ് n ബൈ n പ്ലസ് 1 ഓഫ് എക്സ് ബാർ അല്ലേ? ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഏതാണ്? n ബൈ n പ്ലസ് 1. അത് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ n സ്ക്വയർ ബൈ n പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്നാണ് ഇത് വരേണ്ടത്. n ബൈ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അത് രണ്ട് സൈഡിലേക്കും സ്ക്വയർ ആക്കുമ്പോൾ n സ്ക്വയർ ബൈ n പ്ലസ് 1 എന്ന് തന്നെ ആയിക്കോളും. സോ ഹിയർ വി ആർ യൂസിങ് ദ ഫോർമുല വേരിയൻസ് ഓഫ് എ എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ്. അത് അപ്ലൈ ചെയ്താൽ n സ്ക്വയർ ബൈ n പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്നാണ് ഇവിടെ വരിക. എന്തുകൊണ്ടാണ്? വേരിയൻസ് ഓഫ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് കോൺസ്റ്റൻറ്റ് പുറത്ത് വരുമ്പോൾ സ്ക്വയർ ആവുന്നത് കൊണ്ട്. എഗെയിൻ ഈ എക്സ് ബാറിന് സിഗ്മ എക്സ് ഐ ബൈ എൻ എന്ന് എഴുതാം അല്ലേ? എക്സ് ബാർ എന്ന് പറയുന്നത് മീനാണ്. അത് സം ഓഫ് ദി ഐറ്റംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n സ്ക്വയർ ബൈ n പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് സിഗ്മ എക്സ് ഐ ബൈ എൻ. സമ്മേഷൻ്റെ വേരിയേഷൻസ് 1 to n ആണ്, എഴുതിയില്ലാന്നുള്ളൂ. എഗെയിൻ ഈ n കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കണം. അപ്പോൾ സ്ക്വയർ ആകും, ഡിനോമിനേറ്ററിലാണ്. അതുകൊണ്ട് 1 ബൈ എന്നുള്ള രീതിയിൽ എഴുതാം. n സ്ക്വയർ ബൈ n പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ ബൈ n സ്ക്വയർ. 1 ബൈ n ഹോൾ സ്ക്വയർ എന്നാണ് വരിക. 1 സ്ക്വയർ ബൈ n സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് സിഗ്മ എക്സ് എന്നാണ് വരിക. 1 സ്ക്വയർ 1 ആണ്, n സ്ക്വയറും കൂടെ ക്യാൻസലായി പോകുന്നുണ്ട്. സോ 1 ബൈ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് സിഗ്മ എക്സിനെ സിഗ്മ വേരിയൻസ് ഓഫ് എക്സ് എന്ന് എഴുതാം. അഗെയിൻ എ ഫോർമുല. അപ്പോൾ സിഗ്മ പുറത്തേക്ക് എടുക്കുന്നു, വേരിയൻസ് ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതുകയാണ്. എഗെയിൻ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. വേരിയൻസ് എന്ത് തന്നെയാണ്? ലാംഡ തന്നെയല്ലേ? മീനും വേരിയൻസും ഈക്വൽ ആണ്. മീൻ ലാംഡ ആയതുകൊണ്ട് തന്നെ വേരിയൻസും എന്ത് തന്നെ ആയിരിക്കും? ലാംഡ തന്നെ ആയിരിക്കും. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദെൻ വി ഗെറ്റ് വൺ ബൈ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സിഗ്മ ലാംഡ. ഇവിടെ വേരിയേഷൻ കൊടുക്കുവാണ്, 1 to n ആണ്. ഓക്കെ, അപ്പോൾ n ടൈംസ് ലാംഡ നമ്മൾ ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? n ലാംഡ എന്നാണ് കിട്ടുക. സോ 1 ഇൻറ്റു n ലാംഡ ബൈ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അത് n ലാംഡ ബൈ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്.
അഗെയിൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുവാണ്. n+1 ദ ഹോൾ സ്ക്വയറിന് എങ്ങനെ എഴുതാം? a+b ദ ഹോൾ സ്ക്വയർ എന്താണ്? a സ്ക്വയർ പ്ലസ് 2 ടൈംസ് ab പ്ലസ് b സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ n+1 ദ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? എയുടെ സ്ഥാനത്ത് n, ബിയുടെ സ്ഥാനത്ത് 1. സോ n സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ എന്ന് പറയുന്നത് n, ബി എന്ന് പറയുന്നത് 1. 2 ടൈംസ് n ഇൻറ്റു 2 ഇൻറ്റു n ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയറിന് പകരം 1 സ്ക്വയർ എന്ന് വരും അല്ലേ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 സ്ക്വയർ 1 അല്ലേ? 1 എന്നാ വരിക. അതിവിടെ എഴുതുവാണ് n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1. എഗെയിൻ നമ്മൾ എക്സ്പെക്റ്റേഷൻ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ മുകളിൽ നിന്നുള്ളൊരു എന്നും താഴെ നിന്നുള്ളൊരു എന്നും ക്യാൻസൽ ആക്കാൻ ശ്രമിക്കുവാണ്. അപ്പോൾ അത് ക്യാൻസൽ ആക്കണമെങ്കിൽ താഴെ നിന്ന് കോമൺ ആയിട്ട് ഒരു n പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. വി ഗെറ്റ് n ലാംഡ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുവാണ്. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n അല്ലേ? അതാണ് n സ്ക്വയർ അല്ലേ? അതിൽ നിന്ന് ഒരു n പുറത്തേക്ക് എടുത്താൽ ബാലൻസ് ഒരു n ഉണ്ട്. ആ n ഞാൻ ഉള്ളിൽ എഴുതി. ഓക്കെ, അപ്പോൾ n ഇൻറ്റു n പ്ലസ് 2n കിടക്കുന്ന n ആണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത്. ബാക്കി വരുന്നത് 2 പ്ലസ് ഇവിടെ 1 ആണ് കിടക്കുക. 1 എന്ന് പറയുമ്പോൾ n ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ n പുറത്തേക്ക് എടുക്കണമെങ്കിൽ 1/n ആക്കണം, നേരത്തെ ചെയ്തതുപോലെ 1/n എക്സ്പെക്റ്റേഷനിൽ ചെയ്തതുപോലെ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. n ഇൻറ്റു n n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു n 2n പ്ലസ് n ഇൻറ്റു 1/n 1. n ഇൻറ്റു 1/n എന്ന് പറയുമ്പോൾ n എന്ന് ക്യാൻസൽ ആയി പോയിട്ട് 1 കറക്റ്റാണ്. സോ n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? n ഇൻറ്റു n പ്ലസ് 2 പ്ലസ് 1/n. എഗെയിൻ ന്യൂമറേറ്ററിലുള്ള എന്നും ഡിനോമിനേറ്ററിലുള്ള എന്നും ക്യാൻസൽ ആക്കുവാണ്. ഇനി എന്നിന് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുവാണ്. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് Tn ടെൻസ് ടു, നമുക്ക് n വരുന്ന സ്ഥലത്തെല്ലാം ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. സോ ലാംഡ ഡിവൈഡ് ബൈ ഈ n ക്യാൻസൽ ആയി പോയി, ബാക്കി ലാംഡ ഡിവൈഡ് ബൈ n പ്ലസ് 2 പ്ലസ് 1/n ആണ് കിടക്കുക. സോ ലാംഡ ഡിവൈഡഡ് ബൈ എന്നിൻ്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി പ്ലസ് 2 പ്ലസ് 1/ഇൻഫിനിറ്റി എന്ന് കിട്ടും. എഗെയിൻ നമുക്കറിയാം 1/ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ 1/ഇൻഫിനിറ്റി അവിടെ 0 കൊടുക്കുന്നു. ടെൻസ് ടു ലാംഡ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി പ്ലസ് 2 പ്ലസ് 0 എന്ന് വരും. ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു വെരി ബിഗ് നമ്പർ അല്ലേ? അതിൻ്റെ കൂടെ 2 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 2, അത് ആഡ് ചെയ്താൽ ഒരു മാറ്റവും സംഭവിക്കില്ല. അത് ഇൻഫിനിറ്റി തന്നെ ആയിട്ട് തുടരും. സോ ഇൻഫിനിറ്റി പ്ലസ് 2 എന്ത് തന്നെയാണ്? ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. സോ ഈ ടെൻസ് ടു ലാംഡ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് കിട്ടും. എഗെയിൻ ലാംഡ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ലാംഡ ഇൻറ്റു 1/ഇൻഫിനിറ്റി. ലാംഡ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ലാംഡ ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി തന്നെ. അപ്പോൾ ലാംഡ ഇൻറ്റു 1/ഇൻഫിനിറ്റി എന്ന് കിട്ടും. എഗെയിൻ ലാംഡ ഇൻറ്റു 1/ഇൻഫിനിറ്റി അല്ലേ? ഈ 1/ഇൻഫിനിറ്റി 0 ആണെന്ന് നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ ടെൻസ് ടു ലാംഡ ഇൻറ്റു 0 എന്ന് കിട്ടും. എനി നമ്പർ ഇൻറ്റു 0 ഉത്തരം എന്താണ്? 0 ആണ്. സോ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് Tn ടെൻസ് ടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. Therefore വേരിയൻസ് ഓഫ് Tn ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ സഫിഷ്യൻസിക്ക് വേണ്ടുന്ന രണ്ട് കണ്ടീഷൻസും കിട്ടിയല്ലോ. ഫസ്റ്റ്ലി നമുക്ക് എന്താ കിട്ടിയത്? എക്സ്പെക്റ്റേഷൻ ഓഫ് Tn ടെൻസ് ടു ലാംഡ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? വേരിയൻസ് ഓഫ് Tn ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും കിട്ടി. സോ ബോത്ത് ദ കണ്ടീഷൻസ് ഫോർ കൺസിസ്റ്റൻസി ഇസ് സാറ്റിസ്ഫൈഡ്. സോ വി ക്യാൻ സേ ദാറ്റ് Tn is a consistent estimate of the parameter lambda. Clear alle? That's all for today. Thank you.